ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഐശ്വര്യയാണ്. ഐശ്വര്യയുടെ പരിഹാസവാക്കുകൾ കേൾക്കാനാകാതെ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് അശ്വതി. തുടർന്ന് ഐശ്വര്യ പറയുകയാണ്, ഇതെല്ലാം ഒരു തുടക്കം മാത്രമാ, ഇനി നീ എന്തൊക്കെ കാണാൻ കിടക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ജ്യോതിശാലയത്തിന് മുന്നിൽ അഖിലിനെയും വസുന്ധരയും കാത്തു നിൽക്കുന്ന ശ്യാമയാണ്. അതേസമയം അഖില് വസുന്ധരയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നു. എന്താ ഇവിടെയെന്ന് വസുന്ധര ചോദിക്കുമ്പോൾ അഖില് പറയുകയാണ്, അന്ന് നമ്മുടെ വീട്ടിൽ വന്നില്ലേ ആ ജ്യോത്സ്യന്റെ ജ്യോതിശാലയമാണിത്. ഇന്ന് എന്താണെങ്കിലും അമ്മ യഥാർത്ഥ സത്യങ്ങളെല്ലാം തിരിച്ചറിയണമെന്ന് അഖില് പറയുമ്പോൾ വസുന്ധര പറയുകയാണ്, എനിക്ക് ആരുടെയും ഒന്നും കേൾക്കണ്ട. അമ്മയെ പറ്റിച്ചത് ആരാണെന്നൊക്കെ അമ്മയ്ക്ക് ഇപ്പൊ തന്നെ മനസ്സിലാകും. അത്രയും പറഞ്ഞ് അഖില് വസുന്ധരയും കൂട്ടിക്കൊണ്ട് ജ്യോതിശാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ശ്യാമയെ കാണുന്നു. തുടർന്ന് വസുന്ധര പറയുകയാണ്, ഇപ്പോഴാ കാര്യങ്ങളെല്ലാം മനസ്സിലായത്. ഇതെല്ലാം ഇവളുടെ പ്ലാൻ ആയിരുന്നല്ലേ. തെറ്റുകാരിയല്ലെന്ന് എന്നെ ബോധ്യപ്പെടുത്താനുള്ള ഇവളുടെ പ്ലാനിങ്. അമ്മ വെറുതെ ശ്യാമയെ കുറ്റപ്പെടുത്താനൊന്നും നിൽക്കണ്ട. അമ്മ എന്താണെങ്കിലും ഇവിടെ നിന്ന് കണ്ടോ, ഞാനും ശ്യാമയും കൂടി ആ ജോൾസിന്റെ അടുത്തേക്ക് പോവുകയാണ്. ഞാനും ശ്യാമയും ഒരു വർഷത്തേക്ക് ഭാര്യ ഭർത്താക്കന്മാരാകരുതെന്ന് പറഞ്ഞത് ആ ജോൾസിനല്ലേ എന്ന് ഒരാളെ ചൂണ്ടിക്കൊണ്ട് അഖില് ചോദിക്കുമ്പോൾ അതേ എന്ന് വസുന്ധര പറയുന്നു. എന്താണെങ്കിലും ഇപ്പോൾ അയാൾ ഞങ്ങളെ രണ്ടുപേരെയും മറന്നിട്ടുണ്ടാകും. ഞങ്ങളുടെ ജാതകം നോക്കിയിട്ട് ഇപ്പോൾ അയാൾ എന്താ പറയുന്നതെന്ന് അമ്മയൊന്ന് കേൾക്ക്. അങ്ങനെ അഖിലും ശ്യാമയും കൂടി ജോൾസിന്റെ അടുത്തേക്ക് ജാതകങ്ങളുമായിട്ട് ചെല്ലുകയാണ്. തിരുമേനി ജാതകപൊരുത്തം നോക്കാനാ വന്നതെന്ന് അഖില് പറയുമ്പോൾ, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞതാണെന്ന് തോന്നുന്നല്ലോ, ഇനി എന്തിനാ പൊരുത്തമൊക്കെ നോക്കുന്നതെന്ന് ജോൾസ്യൻ ചോദിക്കുന്നു. അത് പിന്നെ പൊരുത്തമൊന്നും നോക്കാതെയാ ഞങ്ങള് ഒന്നിച്ച് ജീവിക്കാൻ ആരംഭിച്ചത്. അങ്ങനെ അവരുടെ രണ്ടിന്റെയും ജാതകങ്ങൾ നോക്കിയിട്ട് ജോൾസ്യൻ പറയുകയാണ്, ഇത് നല്ല ഉത്തമ ജാതകങ്ങളാണല്ലോ, 10ൽ 10 പൊരുത്തവുമുണ്ട്. ഈ കുട്ടി ദീർഘസുമംഗലിയായിരിക്കും. ഇങ്ങനെ പൊരുത്തം ഒത്തുവരുന്ന ജാതകങ്ങൾ പൊതുവെ കുറവായിരിക്കും. അതുമല്ല സത്സന്താന ലബ്ധിയും കാണുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന വസുന്ധര ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. ഇനി ദക്ഷിണ വെച്ചോളാൻ തിരുമേനി പറയുമ്പോൾ അഖില് ചോദിക്കുകയാണ്, ഇതിനു മുമ്പ് ഈ ജാതകങ്ങൾ നോക്കിയിട്ടുണ്ടോ? അതിന് നിങ്ങളല്ലേ പറഞ്ഞത് ഈ ജാതകങ്ങൾ ആദ്യമായിട്ടാണ് പൊരുത്തം നോക്കുന്നതെന്ന്. ഇത് കേൾക്കുന്ന അഖില് പറയുകയാണ്, അല്ല, മുൻപ് നിങ്ങൾ തന്നെയാ ഈ രണ്ട് ജാതകങ്ങളും തമ്മിൽ പൊരുത്തം നോക്കിയിട്ടുള്ളത്. ആനന്ദ നിലയത്തിലെ അഖിലിന്റെയും ശ്യാമയുടെയും ജാതകങ്ങൾ ഒരു വർഷത്തേക്ക് ഇവർ തമ്മിൽ ദാമ്പത്യബന്ധം പാടില്ലെന്നും നിങ്ങൾ പ്രവചിച്ചിട്ടുണ്ട്. എന്താ ഓർമ്മയില്ലേന്ന് അഖില് ചോദിക്കുമ്പോൾ ആ ജോത്സ്യൻ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. എനിക്ക് ഓർമ്മയില്ലെന്ന് ജോത്സ്യൻ പറയുമ്പോൾ, എങ്കിൽ ഓർമ്മ വരുത്തി തരാമെന്ന് പറഞ്ഞ് അഖില് ജോത്സ്യനെ തല്ലാനായി ഒരുങ്ങുകയാണ്. വേണ്ട, നിങ്ങൾ തല്ലുകയൊന്നും വേണ്ട, എന്നെ അന്ന് ഇതൊക്കെ ഒരാൾ പറയിപ്പിച്ചതാ. ആര് പറഞ്ഞുവെന്ന് അഖില് ചോദിക്കുമ്പോൾ, ജഗന്നാഥൻ പറഞ്ഞിട്ടാ ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന് ജോത്സ്യൻ പറയുന്നു. എനിക്ക് കുറച്ച് രൂപ തന്നപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു പോയതാ. എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ കാല് പിടിക്കാം. ദൈവത്തെ ഓർത്ത് നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത്. ഇനി ഒരിക്കലും ഞാനിങ്ങനെ കള്ളങ്ങളൊന്നും കാണിക്കില്ലെന്നും ജോത്സ്യൻ കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ്. അതേസമയം ഇതെല്ലാം കേട്ട് ആകെ തകർന്നു നിൽക്കുകയാണ് വസുന്ധര. തുടർന്ന് ദേഷ്യത്തോടെ ഇരിക്കുന്ന അഖിലിനെ നോക്കി ശ്യാമ പറയുകയാണ്, മതി സാർ, നമുക്ക് പോകാം, സത്യങ്ങളെല്ലാം തെളിഞ്ഞല്ലോ. തുടർന്ന് അഖിലും ശ്യാമയും കൂടി വസുന്ധരയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അമ്മയ്ക്കിപ്പോൾ സത്യങ്ങളെല്ലാം ബോധ്യമായില്ലേ? അമ്മയ്ക്കിത് ബോധ്യമാകാൻ വേണ്ടിയിട്ടാ അമ്മേനെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. തുടർന്ന് ശ്യാമ പറയുകയാണ്, അമ്മേ, എൻ്റെ വയറ്റിലുള്ളത് അമ്മയുടെ അകിമോൻ്റെ കുഞ്ഞാണ്. അമ്മ ഒരിക്കലും ഈ കുഞ്ഞിനെ വെറുക്കരുത്. തുടർന്ന് വസുന്ധര കരഞ്ഞുകൊണ്ട് ശ്യാമയുടെ കയ്യിൽ പിടിച്ചു പറയുകയാണ്, മാപ്പ് ചോദിക്കാൻ പോലും എനിക്ക് അർഹതയില്ലെന്നറിയാം, എന്നാലും എൻ്റെ മനസമാധാനത്തിന് വേണ്ടി ചോദിക്കുകയാണ്. മാപ്പ് മോളെ, മോൾ എനിക്ക് മാപ്പ് തരണം. മോള് ഈ അമ്മയോട് ക്ഷമിക്കണം. ഈ കുഞ്ഞിനെ കൊഞ്ചിക്കാനും ലാളിക്കാനുമൊക്കെ ഈ അമ്മ കാത്തിരിക്കുകയാണ്. എൻ്റെ അകിമോൻ്റെ കുഞ്ഞ് വളരേണ്ടത് നമ്മുടെ വീട്ടിലാണ്. മോള് ഇനി എതിരൊന്നും പറയരുത്. അത്രയും പറഞ്ഞുകൊണ്ട് വസുന്ധര അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് വസുന്ധര ആനന്ദ നിലയത്തിൽ എത്തിയിരിക്കുന്നതാണ്. അഖിലിൻ്റെ കുഞ്ഞുനാളിലെ ഉടുപ്പും കളിപ്പാട്ടവുമൊക്കെ കയ്യിൽ വെച്ച് അഖിലിന്റെ ഓരോ കാര്യങ്ങൾ ഓർക്കുകയാണ് വസുന്ധര. തുടർന്ന് അഖിലിന്റെ ഒരു പഴയ ഉടുപ്പെടുത്ത് നെഞ്ചോട് ചേർക്കുകയാണ് വസുന്ധര. എൻ്റെ അഖി കുഞ്ഞിലെ മഹാവികൃതിയായിരുന്നു. അവന്റെ മകനും അതിലും വികൃതിയായിരിക്കുമെന്നൊക്കെ വസുന്ധര ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ ഇതൊക്കെ കാണുന്ന ഐശ്വര്യ അവിടെ നിന്ന് പറയുകയാണ്, അമ്മയ്ക്കെന്താ വട്ടായോ? തുടർന്ന് ഐശ്വര്യ വസുന്ധരയുടെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുകയാണ്, എന്താ അമ്മേ, അമ്മ ബിസിനസ്സൊക്കെ മാറ്റി ആക്രി കച്ചവടം തുടങ്ങിയോ? അമ്മയ്ക്ക് വട്ടായോ? തനിയൊക്കെ ഇരുന്ന് ചിരി. എൻ്റെ ഐശ്വര്യ, ഇതൊക്കെ അഖിലിൻ്റെ കുഞ്ഞുനാളിലെയാണ്. നീ ഒരു അമ്മയാകുമ്പോഴേ ഇതിൻ്റെയൊക്കെ മൂല്യവും വിലയുമൊക്കെ നിനക്ക് മനസ്സിലാകൂ. അതേസമയം അമൃതയും അങ്ങോട്ടേക്ക് വരുമ്പോൾ വസുന്ധര പറയുകയാണ്, നിങ്ങളോട് രണ്ടാളോടും ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. നിങ്ങൾ രണ്ടാളും കൂടി ശ്യാമയുടെ വീട്ടിലേക്ക് ചെല്ലണം. എന്തിനാണെന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ അവരെ രണ്ടിനെയും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാനാണെന്ന് വസുന്ധര പറയുന്നു.
ഇത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ. തുടർന്ന് വർമ്മ അങ്ങോട്ടേക്ക് വന്ന് പറയുകയാണ്, എന്താണെങ്കിലും നല്ല തീരുമാനം തന്നെയാ ഇപ്പോ നീ എടുത്തിരിക്കുന്നത് അല്ലമ്മേ. അതിന് അഖിലും ശ്യാമയും തമ്മിൽ 1 വർഷത്തേക്ക് ദാമ്പത്യബന്ധം ഒന്നും പാടില്ലെന്നല്ലേ അന്നാ ജോത്സ്യൻ പറഞ്ഞത് എന്ന് ഐശ്വര്യ പറയുമ്പോൾ വസുന്ധര പറയുകയാണ്, അയാളൊരു കള്ളനായിരുന്നു. തുടർന്ന് നടന്ന സംഭവങ്ങളെല്ലാം എല്ലാവരോടും പറയുകയാണ് വസുന്ധര. തുടർന്ന് വർമ്മ പറയുകയാണ്, അതെ, പോലീസിനെ ഏൽപ്പിക്കണമായിരുന്നു അയാളെ. അപ്പോൾ സത്യങ്ങളെല്ലാം കൃത്യമായി തന്നെ പുറത്തു വന്നേനെ. ഇതൊക്കെ കേൾക്കുന്ന ഐശ്വര്യ ടെൻഷനോടെ നിൽക്കുമ്പോൾ അമൃത ചോദിക്കുകയാണ്, എന്താ ഐശ്വര്യ, നിനക്കാണല്ലോ വല്ലാത്ത ടെൻഷൻ. അത് പിന്നെ ഇങ്ങനെയുള്ള കള്ളന്മാരൊക്കെ ഉണ്ടല്ലോ എന്ന് ഓർത്തു പോയതാ എന്ന് ഐശ്വര്യ പറയുന്നു. തുടർന്ന് അവരവിടുന്ന് പോകുമ്പോൾ വർമ്മ പറയുകയാണ്, വസു ഇനിയും അവരെ വിളിച്ചു വരുത്തി അന്നത്തെ പോലെ എന്തെങ്കിലും പ്രശ്നത്തിനാണെങ്കിലേ എൻ്റെ കൈയുടെ സുഖം വസു നന്നായിട്ടറിയും. ഇത് കേൾക്കുന്ന വസുന്ധര ചിരിച്ചുകൊണ്ട് വർമ്മയെ നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്. ഐശ്വര്യ തന്നോട് ചെയ്ത കാര്യങ്ങളെല്ലാം അശ്വതി ശ്യാമയോടും അഖിലിനോടും പറയുന്നു. ഐശ്വര്യയുടെയും അരുണിൻ്റെയും ബന്ധത്തിന് ഞാനൊരു തടസ്സമാണെങ്കിൽ ഇവിടുന്ന് മോളെയും കൊണ്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കൊള്ളാമെന്ന് അശ്വതി പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, ഐശ്വര്യയുടെയും അരുണേട്ടൻ്റെയും ജീവിതം അത്ര സുഖമായിട്ടൊന്നുമല്ല മുന്നോട്ട് പോകുന്നത്. അരുണേട്ടൻ്റെ ആകെയുള്ളൊരു സന്തോഷം മോളാണ്. എന്തിനാ ചേച്ചി നമ്മളായിട്ട് ആ അച്ഛനെയും മോളെയും വേർപിരിക്കുന്നത്? കേൾക്കുന്ന അശ്വതി അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുകയാണ്. അതേസമയം അമൃതയും ഐശ്വര്യയും കൂടി അങ്ങോട്ടേക്ക് വരുന്നു. അവരെ കണ്ടയുടൻ തന്നെ ദേവകി പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ അകത്തേക്ക് സ്വീകരിക്കുകയാണ്. തുടർന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ശ്യാമയ്ക്ക് അമൃതയെ കാണുമ്പോൾ സന്തോഷമാകുന്നു. അപ്പോഴാണ് കൂടെയുള്ള ഐശ്വര്യയെ ശ്യാമ ശ്രദ്ധിക്കുന്നത്. ഐശ്വര്യയെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ശ്യാമ. അയ്യോ ദൈവമേ, അശ്വതി ചേച്ചിയും മോളും ഇവിടെയുണ്ടല്ലോ, ഇപ്പോൾ ആകെ പ്രശ്നമാകുമല്ലോ എന്നോർത്തുകൊണ്ട് ശ്യാമ ടെൻഷനോടെ നിൽക്കുകയാണ്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.